ഹായ് കൂട്ടുകാരെ, മലയാളം എളുപ്പത്തിൽ എഴുതുവാനും വായിക്കുവാനുമുള്ള 30 ക്ലാസ്സുകളിൽ 25ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഇരട്ടക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും ചില്ലുകളും ഒക്കെ നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ശരിയായ രീതിയിൽ എൻ്റെ ക്ലാസ്സുകൾ പിന്തുടർന്ന് വന്നവർക്ക് ഇപ്പോൾ എഴുതാനും വായിക്കുവാനും സാവധാനത്തിൽ സാധ്യമാകുന്നുണ്ടാവും. സ്പീഡ് വരുന്നതേ ഉണ്ടാവുള്ളൂ, സാവധാനത്തിൽ സാധ്യമാവുന്നുണ്ടാവും. ഇനി അതെന്ത് ചെയ്യണം? നമുക്കത് സ്പീഡ് കൂട്ടണം. അപ്പം അതിനു വേണ്ടിയിട്ട് വാക്കുകളും വാചകങ്ങളും ഖണ്ഡികയും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് ചിഹ്നനങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. ചിഹ്നനങ്ങൾ എല്ലാം ഒന്നും നിങ്ങൾ പഠിക്കണ്ട, എങ്കിലും നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട എഴുതാനും വായിക്കുവാനും വേണ്ട പ്രധാനപ്പെട്ട ചിഹ്നനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ചിഹ്നനങ്ങളെ പരിചയപ്പെടാം. ചിഹ്നങ്ങളും ചിഹ്നനങ്ങളും രണ്ടും രണ്ടാണേ. ചിഹ്നങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ചിഹ്നനങ്ങൾ എന്ന് പറഞ്ഞാൽ വാക്യങ്ങളിൽ ചില അടയാളങ്ങൾ ഇടുന്നതിനെയാണ്. ഏതൊക്കെയാണ് ചിഹ്നനങ്ങൾ എന്ന് നോക്കാം. വലയം അഥവാ ബ്രാക്കറ്റ്, കോഷ്ടം അഥവാ സ്ക്വയർ ബ്രാക്കറ്റ്, ഭിത്തിക അഥവാ അപൂർണ വിരാമം, കോളൻ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കും, രേഖ ഡാഷ്, വിക്ഷേപണി എക്സ്ക്ലമേഷൻ മാർക്ക് അഥവാ സ്തോഭചിഹ്നം, ആശ്ചര്യചിഹ്നം എന്നൊക്കെ അറിയപ്പെടുന്ന വിക്ഷേപണി, ബിന്ദു ഫുൾ സ്റ്റോപ്പ്, ഇത് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ചിഹ്നനമാണ്. ഫുൾ സ്റ്റോപ്പ്, ബിന്ദു. രോദിനി അർദ്ധവിരാമം എന്നറിയപ്പെടുന്നു, സെമിക്കോളൻ എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നു. അങ്കുശം ദാ അല്പവിരാമം അഥവാ കോമ എന്ന് അറിയപ്പെടുന്നു. ശൃംഖല ഇങ്ങനെ വരയിട്ട് പോകുന്നതിനാണ് ശൃംഖല എന്ന് പറയുക, ഇംഗ്ലീഷിൽ ഹൈഫൻ എന്ന് പറയും. കാക്കു ചോദ്യചിഹ്നം, ക്വസ്റ്റ്യൻ മാർക്ക്, ഇതും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നൊരു ചിഹ്നനമാണ്. ചായ് വര അഥവാ സ്ലാഷ്, ഉദ്ധരണി അഥവാ ഒറ്റത്തോണ്ട് ഇരട്ടത്തോണ്ട്, രണ്ട് തരത്തിലുണ്ട് ഉദ്ധരണി. ഒരു ഒറ്റത്തോണ്ടിടും, ഇരട്ടത്തോണ്ടും ഇടും. ഇത് വാക്കുകൾക്ക് മുകളിലേക്കാട്ടോ ഇടുക. ഇതൊക്കെ ഞാൻ ഖണ്ഡിക നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞു തരാം ഇതിൻ്റെയൊക്കെ ഉപയോഗം. പ്രശ്ലേഷം, ഈ ചിഹ്നം നമ്മൾ അധികവും ഉപയോഗിക്കാറില്ല, അപൂർവമായി വരുന്നതാണ്. സമുച്ചയം ആംബർസാൻഡ് എന്ന് പറയും, ദാ ആൻഡ് എന്നൊക്കെ പോലെ നമ്മൾ ഉപയോഗിക്കില്ലേ അത്. താരിക ഇങ്ങനൊരു സ്റ്റാർ, പ്രധാനപ്പെട്ടതിനെയൊക്കെ എടുത്തു കാണിക്കാൻ അസ്രിക്സ് നിന്ന് വിളിക്കും. പിഞ്ചായ് വര ബാക്ക്വാർഡ് സ്ലാഷ്, പിന്നോട്ടിടുന്നത്. പിഞ്ചായ് വര ശതമാനം, പെർസെൻറ്റേജ് എല്ലാവർക്കും അറിയാമല്ലോ. തിര ടിൽഡ്, തിര. അനുച്ഛേദകം ദാ ഈ ചിഹ്നമാണ്, സെക്ഷൻ സൈൻ എന്ന് അറിയപ്പെടുന്നു. വിശ്ലേഷണം ദാ അപ്പോസ്ട്രഫി, ഇത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കും, അപ്പോസ്ട്രഫി. ഇനി ഇതിൻ്റെ എല്ലാം ഉപയോഗം നമ്മൾ ഖണ്ഡിക പാരഗ്രാഫ് പഠിക്കുമ്പോൾ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. ഇപ്പം പ്രധാനമായും ഇപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് എന്തൊക്കെയാണ്? വലയം ബ്രാക്കറ്റിലിടുക, ഉള്ളിലിടുക. പിന്നെ പഠിക്കേണ്ടത് ഭിത്തികയാണ്, ദാ അപൂർണ വിരാമം. പിന്നെ രേഖ, വിക്ഷേപണി, ബിന്ദു, രോദിനി, അങ്കുശം, ശൃംഖല, ചോദ്യചിഹ്നം. ഇത്രയും പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങളിത് പരിചയപ്പെട്ടാൽ മാത്രം മതി. ഇനി നമ്മൾ പഠിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇനി ബാക്കിയുള്ളത് 5 ക്ലാസ്സുകൾ മാത്രമാണ്. ഇനിയുള്ള 5 ക്ലാസ്സും നന്നായിട്ട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. അതോടുകൂടി നമ്മൾ മലയാളം എഴുതുകയും വായിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവർ, കോപ്പിയിലൊക്കെ ചെയ്യാത്തവർ തുടർച്ചയായിട്ട് പഠിച്ചു വരണേ. ഈ 30 ക്ലാസ്സുകൾ നിങ്ങൾ പഠിക്കേണ്ടത് 6 മാസം കൊണ്ടാണ്. 6 മാസം കൊണ്ട് ഇത് പഠിച്ചെടുത്താൽ മതി. പിന്നെ നിങ്ങൾ തെറ്റുകൂടാതെ മലയാളം എഴുതുകയും ചെയ്യും, വായിക്കുകയും ചെയ്യും. അതിനുശേഷം നല്ല പോലെ ബാലരമ അതേപോലെ ഉള്ള മാസികകളൊക്കെ വായിക്കുക. അങ്ങനെ കൂടുതൽ വായിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് മലയാള ഭാഷയെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പു തരട്ടെ. അടുത്ത ക്ലാസ്സിൽ കാണാം.